മലപ്പുറത്ത് പേവിഷബാധയേറ്റ കുട്ടി മരിച്ചു. മലപ്പുറം സ്വദേശി സന ഹാരിസാണ് മരിച്ചത്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഏൽക്കുകയായിരുന്നു. മാർച്ച് 29-നാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, എപ്പോഴാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത്? ശിവദാസ്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വാക്സിൻ എടുത്തതിന് ശേഷവും പേവിഷബാധ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വലിയ ഗുരുതരമായ അവസ്ഥയിലൂടെ കുട്ടി കടന്നു പോവുകയായിരുന്നു. ഇന്ന് എപ്പോഴാണ് മരണം റിപ്പോർട്ട് ചെയ്തത്? വീണ, ഇന്നലെ പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ ഏകദേശം 1:45 കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി മരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മാർച്ച് 29-നാണ് കുട്ടിയെ തെരുവുനായ കടിക്കുന്നത്. തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടക്കത്തിൽ വലിയ സാധാരണ ചികിത്സ നൽകിയിരുന്നു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് കുട്ടിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പേവിഷബാധയ്ക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ അടക്കം നൽകിയിരുന്നു. പ്രതിരോധ വാക്സിൻ അടക്കം നൽകിയെങ്കിലും ഈ കുട്ടിക്ക് അതിനുശേഷവും പേവിഷബാധ സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോഴും പേവിഷബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തോളം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഇന്ന് പുലർച്ചെ ഏകദേശം 1:45 കൂടി ഈ കുട്ടി ഈ ലോകത്തോട് തന്നെ വിട പറയുകയാണ് ഉണ്ടായത്. അന്ന് മറ്റ് 6 പേരെ കൂടി പേവിഷബാധ ഈ തെരുവുനായ ആക്രമിച്ചിരുന്നു. അവർക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അവർക്കും ഇത്തരത്തിൽ പരിശോധന വേണം എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. ഇന്ന് അല്പസമയം മുൻപ് കുട്ടിയുടെ മൃതദേഹം കബറടക്കിയിട്ടുണ്ട്. കാക്കത്തളം എന്ന സ്ഥലത്താണ് പെൺകുട്ടിയുടെ വീട്. കൊണ്ടോട്ടിക്ക് സമീപത്താണ് ഈ സ്ഥലം. ഇവിടെ നിരവധി ഒരു തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ്. മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് തെരുവുനായ ആക്രമണം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടുകാർ പലപ്പോഴും പഞ്ചായത്ത് ഭരണാധികാരികളോട് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. പക്ഷേ കൃത്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. 5.5 വയസ്സുകാരിയായ സിയ സൽമാനാണ് മരിച്ചത്. ഈ പെൺകുട്ടി മിഠായി വാങ്ങിക്കുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. എന്തായാലും കുട്ടി ഇപ്പോൾ മരിച്ചിരിക്കുന്നു. കുട്ടിയുടെ ഖബറടക്കം വീടിന് സമീപത്തുള്ള ഒരു ജമാ മസ്ജിദിൽ കഴിഞ്ഞിരിക്കുന്നു. വീണ. ഓക്കെ, ശരി ശിവദാസ്.